നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ ഇപ്പോഴും പല സംശയങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും നിലനിൽക്കുന്നുണ്ട്. ഇത്രയും മാസങ്ങൾ പിന്നിട്ടിട്ടും ഇന്ത്യയുടെ ആക്രമണം അല്ലെങ്കിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള ഈ ഒരു സ്ട്രൈക്ക് പല മാധ്യമങ്ങളടക്കം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം തന്നെ ചർച്ചയായിട്ടുണ്ട്. കൃത്യമായി ലക്ഷ്യസ്ഥാനങ്ങൾ ഭേദിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. ഇന്ത്യയുടെ കരുത്ത്, ഇന്ത്യൻ ആയുധങ്ങളുടെ കരുത്ത് എന്താണ് എന്നുള്ളത് ലോകരാജ്യങ്ങളും ശത്രുക്കളും കണ്ട നിമിഷം കൂടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയിട്ടുള്ള ആ പുലർച്ചെ. ഇപ്പോഴിതാ പാകിസ്ഥാനിലെ കിരാന ഹിൽസിൽ മിസൈൽ പതിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ട പ്രശസ്ത ഉപഗ്രഹ ചിത്ര വിദഗ്ധനും ജിയോ ഇന്റലിജൻസ് ഗവേഷകനുമായ ഡാമിയൻ സൈമൺ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ കിരാന ഹിൽസിലെ ആണവായുധ സംഭരണ കേന്ദ്രം ഇന്ത്യ ആക്രമിച്ചെന്ന പ്രചാരണം സൈന്യം നിഷേധിച്ചിരുന്നു. പാകിസ്ഥാനിലെ സർഗോദ ജില്ലയിലെ തന്ത്രപ്രധാനമായ ഈ സ്ഥലത്ത് ഒരു മിസൈൽ പതിച്ചതായി ജൂണിൽ ഗൂഗിൾ എർത്തിൽ നിന്ന് ലഭിച്ച പുതിയ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. 2 ഉപഗ്രഹ ചിത്രങ്ങളാണ് ഡാമിയൻ സൈമൺ എക്സിൽ പങ്കുവച്ചിട്ടുള്ളത്. 2025 മെയ് മാസത്തിൽ കിരാന ഹിൽസിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ ആഘാതമേറ്റ സംഘത്തിന്റെയും ഇന്ത്യൻ ആക്രമണത്തിന് ശേഷം അറ്റകുറ്റപ്പണി നടത്തിയ സർഗോദ വ്യോമതാവളത്തിലെ റൺവേകളുടെയും ചിത്രങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ശക്തമായ സുരക്ഷാ വലയമുള്ള പ്രദേശമാണ് കിരാന. ഇവിടെ ഒരു ഭൂഗർഭ ആണവായുധ സംഭരണ കേന്ദ്രമുണ്ടെന്നും ആണവ ഗവേഷണത്തിനും പരീക്ഷണങ്ങൾക്കും വേദിയാകുന്ന സ്ഥലമാണിതെന്നും വിശ്വസിക്കപ്പെടുന്നു. 1980കളിൽ നടത്തിയ സബ് ക്രിറ്റിക്കൽ ആണവ പരീക്ഷണങ്ങൾ ഉൾപ്പെടെ ഇവിടെയാണ് നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായതായി ഈ ചിത്രങ്ങൾ സൂചന നൽകുന്നില്ലെന്നും ഡാമിയൻ സൈമൺ പറയുന്നു. ഈ ചിത്രം മുൻ ചിത്രങ്ങളും ഭൂമിക്കടിയിൽ ആഘാതമേറ്റതിനോ മിസൈൽ തുളച്ചു കയറിയതിനോ ഒരു സൂചനയും നൽകുന്നില്ല. ഇതൊരു കുന്നിന്റെ ഒരു വശം മാത്രമാണ്. അതിന്റെ സമീപത്തൊന്നും പ്രത്യേക മൂല്യമുള്ളതായി ഒന്നുമില്ല. ഇത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മുന്നറിയിപ്പ് ആക്രമണമായിരിക്കാം. തുരങ്കങ്ങൾ തുടങ്ങിയവ കൂടുതൽ ദൂരെയാണ്. അവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതായും കാണുന്നില്ല എന്നാണ് ഒരു എക്സ് ഉപഭോക്താവിന്റെ ചോദ്യത്തിന് ഡാമിയൻ സൈമൺ മറുപടി നൽകിയിരിക്കുന്നത്. കിരാന ഹിൽസ് പ്രദേശത്തുള്ള ആണവായുധ കേന്ദ്രം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം ആക്രമിച്ചെന്നും ആണവ ചോർച്ചയ്ക്ക് ഇത് വഴിവെച്ചെന്നും പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. കിരാന ഹിൽസിൽ ചില ആണവ കേന്ദ്രങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന് നന്ദിയുണ്ടെന്നും തങ്ങൾക്കതിനെപ്പറ്റി അറിവില്ലെന്നായിരുന്നു വ്യോമസേനയുടെ ഓപ്പറേഷൻസ് വിഭാഗം ഡയറക്ടർ ജനറൽ എയർ മാർഷൽ AK ഭാരതി അന്ന് പ്രതികരിച്ചത്. കിരാന ഹിൽസിൽ എന്തുണ്ടായാലും ഇന്ത്യ അവിടെ ആക്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാന് സംഭവിച്ച നാശനഷ്ടങ്ങളിലേക്കാണ് ചിത്രങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അതിവേഗം അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിനുള്ള പാക് നീക്കം ഈ വ്യോമതാവളം പാകിസ്ഥാന് തന്ത്രപ്രധാനമാണെന്നതിന്റെ സൂചന കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത്. ആണവ പോർമുനകൾ സൂക്ഷിക്കുന്ന ഒരു സംഭരണ കേന്ദ്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന കിരാന കുന്നുകളിൽ ആക്രമണം നടന്നുവെന്ന വാർത്തകൾ ഇന്ത്യ നേരത്തെ തള്ളിക്കളഞ്ഞു. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ കിരാന കുന്നുകൾ എങ്ങനെ ആക്രമിക്കപ്പെട്ടിരിക്കാമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ സർഗോദ ജില്ലയിലെ കിരാന കുന്നുകളിൽ സ്ഫോടനം നടന്നതായി അവകാശപ്പെടുന്ന ചിത്രങ്ങളും വീഡിയോകളും ഭൂപടങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സംഭരണ കേന്ദ്രമായാണ് കിരാന കുന്നുകൾ അറിയപ്പെടുന്നത്. മലനിരകൾക്കുള്ളിലെ ബലപ്പെടുത്തിയ ഗുഹകൾ പാകിസ്ഥാൻ സൈന്യം അവരുടെ ആണവ പോർമുന സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കിരാന കുന്നുകളിൽ ചില ആണവ ഇൻസ്റ്റാളേഷനുകൾ ഉണ്ടെന്ന് തങ്ങളോട് പറഞ്ഞതിന് നന്ദിയെന്നും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് കിരാന കുന്നുകൾ ആക്രമിക്കപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് നമ്മുടെ ഇന്ത്യയുടെ വ്യോമ ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ പറഞ്ഞത്. കിരാന ഹിൽസിൽ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ല, അവിടെ എന്ത് തന്നെയായാലും ബ്രീഫിംഗിൽ ഞങ്ങൾ ആ വിവരങ്ങൾ നൽകിയില്ല എന്നാണ് പറഞ്ഞത്. ഏപ്രിൽ 22-ന് കശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ 26 പേരെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് മെയ് 7-ന് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും തീവ്രവാദ ക്യാമ്പുകളിൽ ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു. ഇന്ത്യ ഭീകര ക്യാമ്പുകളെ ലക്ഷ്യം വെച്ചെങ്കിലും സൈനിക സിവിലിയൻ മേഖലകളിൽ നിന്ന് സൈന്യം അകലം പാലിച്ചുവെന്ന് ഇത് എടുത്തു കാണിച്ചു. എന്നിരുന്നാലും മോർട്ടാർ ഷെല്ലുകൾ, ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക സിവിലിയൻ മേഖലകളെ ആക്രമിച്ചു. പ്രത്യാക്രമണത്തിൽ ഇന്ത്യൻ വ്യോമസേന വ്യോമാക്രമണ കൃത്യത ആയുധങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ 11 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു.
ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് റഫീഖി, മുരീദ്, നൂർഖാൻ, റഹീം യാർ ഖാൻ, സുക്കൂർ, ചുനിയാൻ, പസ്റൂർ, സിയാൽകോട്ട് എന്നിവിടങ്ങളിലെ നിർണായക വ്യോമത്താവളങ്ങൾ ലക്ഷ്യങ്ങളായിരുന്നു. പാകിസ്ഥാൻ സൈനിക സ്ഥാപനത്തിന്റെ ആസ്ഥാനമായ റാവൽപിണ്ടിക്ക് സമീപമുള്ള നൂർഖാൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണം ഏറ്റവും പ്രധാനമാണ്. റാവൽപിണ്ടിക്ക് അടുത്തുള്ള ചക്ലാലയിലുള്ള നൂർഖാൻ വ്യോമത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണം തന്ത്രപരമായി വലിയ പ്രാധാന്യമുള്ളതായിരുന്നു. പാകിസ്ഥാന്റെ പ്രധാന ഗതാഗത സ്ക്വാഡ് ഡ്രോണുകളുടെ ആസ്ഥാനമാണിത്. കൂടാതെ ലോജിസ്റ്റിക്കൽ, തന്ത്രപരമായ എയർലിഫ്റ്റ് പ്രവർത്തനങ്ങൾക്കും ഇത് വളരെ പ്രധാനമാണ്. C-130 ഹെർക്കുലിസ്, IL-78 മിഡ് എയർ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളെ പാർപ്പിക്കുന്നു. കൂടുതൽ ശ്രദ്ധേയമായ കാര്യം, പാകിസ്ഥാന്റെ ആണവായുധ ശേഖരത്തിന് മേൽനോട്ടം വഹിക്കുന്ന സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷന്റെ ആസ്ഥാനത്തിന് വളരെ അടുത്താണ് നൂർഖാൻ സ്ഥിതി ചെയ്യുന്നത് എന്നതാണ്. പാകിസ്ഥാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് പരിചയമുള്ള ഒരു മുൻ US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് ആണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഭയം അവരുടെ ആണവ കമാൻഡ് അതോറിറ്റിയുടെ തല ഛേദിക്കപ്പെടുമെന്നതാണ്. നൂർഖാനെതിരെയുള്ള മിസൈൽ ആക്രമണം ഇന്ത്യക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന മുന്നറിയിപ്പായി വ്യാഖ്യാനിക്കാമായിരുന്നു. സർഗോദയിലെ മുഷഫ് വ്യോമത്താവളത്തിന്റെ റൺവേയിൽ ഒരു ആക്രമണം ഉണ്ടായതായും ഉപഗ്രഹ ചിത്രങ്ങളിൽ സൂചനയുണ്ടായിരുന്നു. കിരാന കുന്നുകൾക്ക് താഴെയുള്ള ഭൂഗർഭ ആണവ സംഭരണ കേന്ദ്രങ്ങളുമായി ഈ താവളത്തിന് ബന്ധമുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. കൂടാതെ നിരവധി തുളച്ചു കയറുന്ന വെടിക്കോപ്പുകൾ ഉപയോഗിച്ച് ഇവിടെ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട്. സംഘർഷം കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ആണവായുധ ശേഖരം നിർവീര്യമാക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് സൂചിപ്പിക്കുക എന്നതായിരുന്നു നൂർഖാനിലും സർഗോദയിലും നടത്തിയ ആക്രമണങ്ങൾ. ഇന്ത്യക്കെതിരെ തങ്ങളുടെ ആണവ പദ്ധതി മുതലെടുക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു. ആണവായുധങ്ങളുടെ കാര്യത്തിലും ഇന്ത്യ ആദ്യം ഉപയോഗിക്കില്ല എന്ന നയം പിന്തുടരുമ്പോൾ പാകിസ്ഥാന് അത്തരമൊരു പ്രഖ്യാപിത സംയമന നയമില്ല. കിരാന കുന്നുകളുടെ തവിട്ട് നിറവും പച്ചപ്പും നിറഞ്ഞ കുന്നുകൾക്കിടയിൽ ആ നിർമ്മാണ ശൈലി കാണാൻ കഴിയുന്ന ഒരു ഓൺലൈൻ ഭൂപടം കാണാം. കിരാന കുന്നുകളിൽ ഒരു തന്ത്രപ്രധാനമായ സ്ഥലത്താണ് സർഗോദ വ്യോമത്താവളത്തിൽ നിന്ന് റോഡ് മാർഗം വെറും 20 കിലോമീറ്റർ, കുഷാബ് ആണവ നിലയത്തിൽ നിന്നും 75 കിലോമീറ്റർ അകലെയാണിത്. ഇസ്ലാമാബാദിൽ നിന്ന് 200 കിലോമീറ്റർ തെക്ക് മാറിയുള്ള ഗുഷാബിൽ ആയുധ ഗ്രേഡ് പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന 4 ഹെവി വാട്ടർ റിയാക്ടറുകളുണ്ട്. 2025 ഫെബ്രുവരിയിൽ അപ്ഡേറ്റ് ചെയ്ത വേൾഡ് ന്യൂക്ലിയർ അസോസിയേഷന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഭൂഗർഭ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പേരുകേട്ട ഉയർന്ന സുരക്ഷയുള്ള സൈനിക മേഖലയാണ് കിരാന ഹിൽസ് എന്ന് കേണൽ വിനായക് ഭട്ട് പറഞ്ഞു. 2017 നവംബറിൽ ദി പ്രിന്റിൽ എഴുതിയ ലേഖനത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 68 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതും 39 കിലോമീറ്റർ ചുറ്റളവിനാൽ ചുറ്റപ്പെട്ടതുമായ കിരാന ഹിൽസ് സൗകര്യം ബഹുതല പ്രതിരോധ സംവിധാനത്തോടെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനിലെ സ്പെഷ്യൽ വർക്ക്സ് ഡെവലപ്മെന്റ് യൂണിറ്റ് കുറഞ്ഞത് 10 ഫോർട്ടിഫൈഡ് ടണലുകളെങ്കിലും നിർമ്മിച്ചിട്ടുണ്ട്. സെൻസിറ്റീവ് സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഒരു എഞ്ചിനീയറിംഗ് വിഭാഗമാണിത്. ഉയർന്ന ആഘാത സ്ഫോടനങ്ങളെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത കട്ടിയുള്ള മതിലുകളുള്ള റീഇൻഫോഴ്സ് സിമന്റ് കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് കേണൽ ഭട്ട് പറഞ്ഞു. സ്ഫോടന സാധ്യത കുറയ്ക്കുന്നതിനായി തെർമോ മെക്കാനിക്കലായി സംസ്കരിച്ച ഇരുമ്പ് ദണ്ടുകൾ ഉപയോഗിച്ച് തുരങ്കങ്ങൾ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഈ ശക്തിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നിട്ടും ആധുനിക വ്യോമസേനയുടെ കൈവശം അത്തരം ഭൂഗർഭ നിലവറകളെ ലക്ഷ്യം വയ്ക്കാൻ കഴിവുള്ള ആഴത്തിലുള്ള നുഴഞ്ഞുകയറ്റ യുദ്ധോപകരണങ്ങൾ ഉണ്ടെന്ന് സൈനിക വിദഗ്ധൻ മുന്നറിയിപ്പ് നൽകി. ഇത് സൈറ്റിന്റെ രഹസ്യവും സുരക്ഷയും പാകിസ്ഥാന്റെ തന്ത്രപരമായ പ്രതിരോധത്തിന് കൂടുതൽ നിർണായകമാക്കുന്നു. നൂർഖാനിലും സർഗോദ വ്യോമത്താവളത്തിലും നടന്ന ആക്രമണങ്ങൾ കിരാന കുന്നുകളിൽ ഇന്ത്യൻ വ്യോമസേന ഒരു സൂചന ആക്രമണം നടത്തിയിരിക്കാമെന്നും പാകിസ്ഥാൻ എല്ലാം അറിയാമെന്ന് മാത്രമല്ല പാകിസ്ഥാനിൽ എവിടെയും ആക്രമണം നടത്താനുള്ള കഴിവുണ്ടെന്നും പാകിസ്ഥാനെ അറിയിക്കാൻ വേണ്ടിയാണെന്നും ഒരു സംസാരം സൃഷ്ടിച്ചു. എന്നിരുന്നാലും കിരാന കുന്നുകളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തെക്കുറിച്ചുള്ള എല്ലാ സംസാരങ്ങളും എയർ മാർഷൽ AK ഭാരതി തള്ളിക്കളഞ്ഞിരുന്നു.